വന്നേ വന്നേ
ഒരു മനോഭാവം വരുത്തുവാനായി നമുക്ക് സർവേശ്വര ശക്തികളുണ്ട്. അതല്ലാതെ നമ്മുടേതായ വ്യക്തിത്വ പ്രഭാവത്തിനുള്ള പ്രസക്തി അവിടെ കുറച്ച് എളിമത്വം രാഷ്ട്രീയമായ ഒരു സമീപന നിലയിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ വാര്യ സമാജം വളരെയധികം ഉന്നത നിലയിൽ ഉയരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പഴയ കാലത്തെ കഥയാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. അതായത് പാലായി മദന സമയത്ത് എല്ലാ അച്ഛന്മാരും പല വഴിക്ക് ശ്രമിച്ചു. വളരെ ചെറിയ സമയമാണ് തരുന്നത്. എല്ലാവരുടെയും ആശയവിനിമയത്തിന് സഹായിക്കുക. അപ്പോൾ നമുക്ക് 2011 ആഗസ്റ്റ് 30 നമ്മൾ അക്ഷയയിൽ നടത്തി. അതിന് നമുക്ക് 2 ദിവസമായി മാറ്റണം. നമ്മുടെ കുട്ടികൾക്ക് അപേക്ഷിക്കാണ്. ഈ വർഷത്തെ വനിതാ മെമ്പർമാരെ തെരഞ്ഞെടുത്ത് നിങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അതും കൂടി ഈ സമ്മേളനം കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞ് നമുക്ക് റെഡിയാക്കേണ്ടത്. സെക്രട്ടറി ശ്രീമതി ഗീത രാധാകൃഷ്ണൻ, ബഹുമാന്യായ അന്തർജന, മറ്റു വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, വാര്യർ സമാജം ഒരു 4-അംഗ സിനിമാ നടി ഇവിടെ ഹാളിൽ വരുന്നുണ്ട്. എല്ലാവരും എത്തിച്ചേരും. അപ്പോൾ വരണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്, ഒരു സ്ത്രീക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, ഒരു പക്ഷിക്ക് മുന്നോട്ട് പറന്നു പോകണമെങ്കിൽ 2 ചിറകും ഒരുപോലെ ശക്തമായിരിക്കണം. അപ്പൊ സ്ത്രീയും പുരുഷനും ഒരു പക്ഷിയുടെ 2 ചിറകുകളാണ്. നമസ്കാരം. വാര്യർ സമാജത്തിൻ്റെ 34ാമത് കേന്ദ്ര വാർഷിക സമ്മേളന നഗരിയായ ശ്രീ ഭവാനി മന്ദിർ ഓഡിറ്റോറിയത്തിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തത്സമയ സംപ്രേഷണം നടത്തുന്നത് വേൾഡ് കോൺഫെഡറേഷൻ ഓഫ് വാരിയേഴ്സാണ്. കഴിഞ്ഞ 3 ദിവസമായി ഹരിപ്പാട്ട് വെച്ച് നടക്കുന്ന ഈ കേന്ദ്ര വാർഷിക സമ്മേളന പരിപാടികളുടെ തത്സമയ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായി കൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിയുടെ നടത്തിപ്പിനെ പറ്റിയും മറ്റ് ചില കാര്യങ്ങളെപ്പറ്റിയുമുള്ള ഒരു അവലോകനവും ചില ഇൻ്റർവ്യൂകളുമാണ് ഇനി വരുവാൻ പോകുന്നത്. വാര്യർ സമാജത്തിൻ്റെ 34ാമത് കേന്ദ്ര വാർഷിക സമ്മേളനത്തെപ്പറ്റി കേന്ദ്ര പ്രസിഡന്റ് ശ്രീ PM രാധാകൃഷ്ണൻ. നമ്മുടെ ലോകത്തെമ്പാടുമുള്ള വാര്യന്മാരുടെ കൂട്ടായ്മയിലൂടെ സമുദായ സേവനം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ അജണ്ട. നന്ദി. വാര്യർ സമാജത്തിൻ്റെ ഈ 34ാമത് കേന്ദ്ര വാർഷിക സമ്മേളനത്തെപ്പറ്റി കോട്ടയം ജില്ലയുടെ യുവജന പ്രതിനിധി ശ്രീ ശ്രീജിത്ത് സീധർ നമ്മോട് സംസാരിക്കുന്നു. 34ാമത് സമ്മേളനം അതിഗംഭീരമായിട്ട് നടക്കുകയാണ്. ഒരു കണക്കിന് നോക്കിയാൽ ഇതൊരു ആവശ്യമാണ്. ലോകത്ത് എല്ലാവർക്കും കാണാനും പരിചയപ്പെടാനും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയൊരു വേദിയായിട്ടുണ്ട് സമ്മേളനം. പിന്നെ ഇത്തവണ ലോകമെമ്പാടും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ നേരിട്ട് ഫിസിക്കലി പ്രസന്റ് ആവാൻ പറ്റാത്ത പലർക്കും TV യിൽ കമ്പ്യൂട്ടറിലൂടെ ഇത് കണ്ട് കാണാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. വളരെ എന്നൊരു ഗംഭീരമായിട്ടാണ് സമ്മേളനം നടക്കുന്നുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ ഇന്ന് ഒരു തിരഞ്ഞെടുപ്പ് അനിവാര്യമായി വന്നിരിക്കുകയാണ്. ഉച്ചതിരിഞ്ഞ തിരഞ്ഞെടുപ്പ് നടക്കും. എന്താണ് താങ്കളുടെ ഈ തിരഞ്ഞെടുപ്പിനെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? തിരഞ്ഞെടുപ്പ് എന്തായാലും വളരെ അത്യന്താപേക്ഷിതമാണ്. ഓരോ തവണയും പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ പുതിയ ആശയങ്ങൾ വരും. അതനുസരിച്ച് പ്രവർത്തനങ്ങളുടെ രീതികൾ മാറും.
സോ എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു കൺസിസ്റ്റൻസി ഒരേ തരത്തിലുള്ളത് ഇതല്ല, ഒരു മടുപ്പുളവാക്കുന്ന രീതിയിൽ പുതുമയുള്ള ആശയങ്ങൾ വരും. അത് വളരെയധികം നല്ലതാണ്. സമാജത്തിന് പ്രവർത്തനങ്ങൾക്കും സമാജം നന്നാവാനും വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഈ ഒരു ഇത്. ഒരു തിരഞ്ഞെടുപ്പ് വേണം എന്ന് തന്നെയാണോ താങ്കളുടെ അഭിപ്രായം? തീർച്ചയായും തിരഞ്ഞെടുപ്പിനും പുതിയ ഭാരവാഹികൾ വരണം. എന്നാലും നമുക്ക് പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ കാര്യങ്ങളും ഉൾക്കൊള്ളാനും നടപ്പിലാക്കാനും പറ്റുകയുള്ളൂ. ഒരു മാറ്റം അനിവാര്യമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? വളരെ തീർച്ചയായിട്ടും എപ്പോഴും മാറ്റം വളരെ അത്യാവശ്യമാണ്. നമ്മളിപ്പോഴും പഴഞ്ചൻ സിദ്ധാന്തങ്ങൾ പറഞ്ഞിട്ട് പുതുമയെ നിലനിർത്തി പഴയമയെ നിലനിർത്തണം, ഒപ്പം പുതുമയും വേണം. രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോയാൽ നമുക്ക് കൂടുതൽ വിജയം കൈവരിക്കാൻ പറ്റുകയുള്ളൂ. നന്ദി സജിത്. ഇരിങ്ങാലക്കുട യൂണിറ്റിൽ നിന്നുമുള്ള ശ്രീ AC സുരേഷ് നമ്മോടൊപ്പമുണ്ട്. സമാജത്തിൻ്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ കൂടിയാണ് ശ്രീ AC സുരേഷ്. വാര്യർ സമാജത്തിൻ്റെ 34ാം സമ്മേളനമാണ് ഈ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് നടക്കുന്നത്. 3 ദിവസമായി നല്ല നിലയിൽ തന്നെ ഇവിടെ ഈ ആലപ്പുഴ ജില്ലയുടെ നേതൃത്വത്തിൽ ഈ സമ്മേളനം നടത്തപ്പെടുന്നു. ഇതുവരെ ഇപ്പോൾ 3ാം ദിവസമാണ്. ഇന്ന് വൈകിട്ടാണ് സമാപിക്കുക. എന്തായാലും ഇത്തവണ വിജ്ഞാന സംവാദമായ പരിപാടികളും നല്ല നല്ല പരിപാടികളുമായി ഇത് ഇപ്പോൾ 3ാമത്തെ ദിവസമായി നല്ല നിലയിൽ തന്നെ നടക്കുന്നുണ്ട്. അതുമാതിരി മീഡിയ മറ്റ് കാര്യങ്ങളിലും നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതിലെ ലോകത്തേക്ക് അറിയുവാൻ ഇത്തവണ ആദ്യമായിട്ടാണ് നമ്മുടെ മീഡിയ നല്ല നിലയിൽ സെറ്റ് ചെയ്ത് എവിടെയിരിക്കുന്ന ആൾക്കാർക്കും നമ്മുടെ സമ്മേളനവും പരിപാടികളും വീക്ഷിക്കുന്നതിനുള്ള സൗകര്യം ഇത് ഇത്തവണ ആദ്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സമാജത്തിൻ്റെ ഈ സമ്മേളനം നല്ല നിലയിലായിരുന്നു. എല്ലാ സമുദായ സ്നേഹികളും എല്ലാവരും ഒന്നിച്ച് പോകുന്നു. എല്ലാ കൊല്ലത്തേക്കാളും കൂടുതൽ ആൾക്കാരും ഇതിന് പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തെ ഘോഷയാത്രയും അതേമാതിരി സമാജത്തിൻ്റെ വനിതാ യുവജന സമ്മേളനം നല്ല നിലയിൽ ധാരാളം പേരും പങ്കെടുത്ത് നന്നാക്കുന്നുണ്ട്. ഈ സമാജത്തിൻ്റെ ഈ കെട്ടുറപ്പത്തിന് വേണ്ടി നല്ല പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്യും. നമ്മുടെ ലോകത്തിലുള്ള എല്ലാവരും ഒറ്റക്കൊടക്കോയിൽ നിന്നുകൊണ്ട് സമാജത്തിൻ്റെ പ്രവർത്തനത്തിന് മുന്നോട്ട് വരുന്നുണ്ട്. സന്തോഷമുണ്ട്. ഒരു ചോദ്യം കൂടി. ഇന്നൊരു തിരഞ്ഞെടുപ്പ് അനിവാര്യമായി വന്നിരിക്കുകയാണ്. ആ തിരഞ്ഞെടുപ്പിനെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? കഴിഞ്ഞ 2003 വരെ സമാജം ഒരു തെരഞ്ഞെടുപ്പില്ലാതെയാണ് പോയിരുന്നത്. അതിനുശേഷം സമാജം വളർന്നു വരികയാണല്ലോ. തെരഞ്ഞെടുപ്പായി പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ എന്നീ പോസ്റ്റുകളിലേക്ക് അതിങ്ങനെ വന്നുകൊണ്ട് ഇത്തവണയും പ്രസിഡന്റിന് തെരഞ്ഞെടുപ്പില്ല, പക്ഷേ ജനറൽ സെക്രട്ടറിയും ട്രഷറിനുമുണ്ട്. സമാജം വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഏകോപനവും മറ്റ് കാര്യങ്ങളിലോ ഉണ്ടാവുക എന്ന് പറഞ്ഞാലും ഈ എല്ലാ ദിക്കിലും പ്രവർത്തനവും കാര്യങ്ങളും കൂടുതൽ വരുന്ന കാരണം നമ്മളൊരു സമവായം എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ കാര്യത്തിൽ മുഴുവൻ ഒന്നിച്ച് പോകാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും കുറേ അഭിപ്രായങ്ങളും ആൾക്കാർ ജില്ലകൾ തോറും അവരുടെ അഭിപ്രായങ്ങളും വന്ന് അതിൻ്റെ ഇതിൽ വരട്ടെ, നല്ലവർ പ്രവർത്തിക്കാൻ മുന്നോട്ട് വരട്ടെ. വേറെ ഒന്നും പറയാനില്ല. നന്ദി ശ്രീ സുരേഷ്. കേന്ദ്ര വാർഷിക സമ്മേളനത്തെപ്പറ്റി ആലപ്പുഴ SD കോളേജ് പ്രൊഫസർ ഡോക്ടർ അനിൽകുമാർ, ആലപ്പുഴ യൂണിറ്റ്. ആലപ്പുഴ ജില്ലയിൽ നടക്കുന്ന 34ാമത് സംസ്ഥാന സമ്മേളനം എന്തുകൊണ്ടും പ്രശംസാർഹമായ രീതിയിലാണ് നടക്കുന്നതെന്നുള്ളത്